ഒരു രാജ്യം, ഒരിക്കൽ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ ഫെഡറേഷനുകളിൽ ഒന്ന്. സ്വന്തമായി ശക്തമായ സൈന്യം, സമ്പദ് വ്യവസ്ഥ, മികച്ച ജീവിത നിലവാരം എന്നിവയുണ്ടായിരുന്ന ഒരു പ്രദേശം. എന്നാൽ വെറും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ അതെങ്ങനെ 6 രക്തരൂക്ഷിതമായ യുദ്ധങ്ങളിലേക്കും ലക്ഷക്കണക്കിന് മരണങ്ങളിലേക്കും ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികളിലേക്കും നയിച്ചു? യൂഗോസ്ലാവിയയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരുമിച്ച് ജീവിച്ചിരുന്ന മനുഷ്യർ പെട്ടെന്നൊരു നാൾ പരസ്പരം ആയുധമെടുത്തത് എന്തുകൊണ്ടാണ്? യുഗ് എന്നാൽ സ്ലാവിക് ഭാഷയിൽ തെക്ക് എന്നാണ് അർത്ഥം. അതായത് യൂഗോസ്ലാവിയ എന്നാൽ തെക്കൻ സ്ലാവുകളുടെ നാട്. തെക്ക് കിഴക്കൻ യൂറോപ്പിൽ ബാൽക്കൻ ഉപദ്വീപിലായിരുന്നു ഈ രാജ്യം സ്ഥിതി ചെയ്തിരുന്നത്. ഇന്നത്തെ ആധുനിക രാജ്യങ്ങളായ സ്ലൊവേനിയ, ക്രൊയേഷ്യ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, സെർബിയ, മോണ്ടിനെഗ്രോ, നോർത്ത് മാസിഡോണിയ എന്നിവ കൂടാതെ കൊസോവോ എന്ന പ്രദേശവും ചേർന്നതായിരുന്നു പഴയ യൂഗോസ്ലാവിയ. വലിയ സാമ്രാജ്യങ്ങളുടെ കടന്നുകയറ്റങ്ങളെ ചെറുക്കാൻ സമാനമായ ഭാഷയും സംസ്കാരവുമുള്ള ജനതകൾ ഒരുമിച്ച് നിൽക്കണം എന്ന ആശയത്തിൽ നിന്നാണ് ഈ രാജ്യത്തിന്റെ ജനനം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യം തകർന്നു. 1918 സ്വതന്ത്രരായ സ്ലാവിക് ജനതകൾ ചേർന്ന് കിങ്ഡം ഓഫ് സെർബ്സ്, ക്രോട്സ് ആൻഡ് സ്ലൊവേൻസ് എന്നൊരു രാജ്യം രൂപീകരിച്ചു. സെർബിയൻ രാജാവായ അലക്സാണ്ടർ ഒന്നാമനായിരുന്നു ഇതിന്റെ ഭരണാധികാരി. 1929 അദ്ദേഹം ഈ രാജ്യത്തിന്റെ പേര് യൂഗോസ്ലാവിയ എന്ന് മാറ്റി. എന്നാൽ തുടക്കം മുതൽ തന്നെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വംശീയമായും മതപരമായും വലിയ വൈവിധ്യമുള്ള പ്രദേശമായിരുന്നു അത്. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ, കത്തോലിക്കർ, മുസ്ലിങ്ങൾ എന്നിവർ അവിടെ ഉണ്ടായിരുന്നു. അധികാരമെല്ലാം സെർബിയക്കാരുടെ കൈകളിലാണെന്ന തോന്നൽ മറ്റ് വിഭാഗങ്ങൾക്കിടയിൽ അതിർത്തി ഉണ്ടാക്കി. 1941 ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള ആക്സിസ് പവേഴ്സ് യൂഗോസ്ലാവിയയെ ആക്രമിച്ച് കീഴടക്കി. രാജ്യത്തെ അവർ പലതായി വിഭജിച്ചു. ഈ അധിനിവേശത്തിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിസാൻസ് എന്ന സായുധ സംഘമായിരുന്നു. ജോസിഫ് ബ്രോസ് ടിറ്റോ എന്ന നേതാവായിരുന്നു പാർട്ടിസാനുകളെ നയിച്ചത്. വിവിധ വംശീയ വിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് അധിനിവേശ സൈന്യത്തിനെതിരെ പോരാടാൻ ടിറ്റോയ്ക്ക് കഴിഞ്ഞു. യുദ്ധാവസാനം ആക്സിസ് ശക്തികളെ പരാജയപ്പെടുത്തിയതോടെ ടിറ്റോ യൂഗോസ്ലാവിയയുടെ ദേശീയ നായകനായി മാറി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ടിറ്റോയുടെ നേതൃത്വത്തിൽ യൂഗോസ്ലാവിയ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായി മാറി. 6 റിപ്പബ്ലിക്സും, അതായത് സ്ലൊവേനിയ, ക്രൊയേഷ്യ, ബോസ്നിയ, സെർബിയ, മോണ്ടിനെഗ്രോ, മാസിഡോണിയും 2 സ്വയംഭരണ പ്രദേശങ്ങളായ കൊസോവോ, വൊജോഡിന എന്നിവ ഉൾപ്പെടുന്ന ഒരു ഫെഡറേഷനായി രാജ്യം പുനഃസംഘടിക്കപ്പെട്ടു. സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലുള്ള മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യൂഗോസ്ലാവിയ സ്വതന്ത്രമായ ഒരു പാതയാണ് സ്വീകരിച്ചത്. ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു, ഈജിപ്തിന്റെ നാസർ എന്നിവർക്കൊപ്പം ചേർന്ന് ടിറ്റോ ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകി. സാമ്പത്തികമായി രാജ്യം വലിയ പുരോഗതി നേടി. സൗജന്യ വിദ്യാഭ്യാസം, മികച്ച ആരോഗ്യ പരിരക്ഷ, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നിവ യൂഗോസ്ലാവിയൻ പൗരന്മാർക്ക് ലഭിച്ചു. കിഴക്കും പടിഞ്ഞാറുമുള്ള രാജ്യങ്ങളുമായി അവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. സാഹോദര്യവും ഐക്യവും എന്നതായിരുന്നു ടിറ്റോയുടെ മുദ്രാവാക്യം. 1980 മെയ് 4 ജോസിഫ് ബ്രോസ് ടിറ്റോ അന്തരിച്ചു. രാജ്യത്തെ വിവിധ വംശങ്ങളെയും റിപ്പബ്ലിക്സിനെയും ഒരുമിപ്പിച്ച് നിർത്തിയിരുന്ന കണ്ണിയാണ് അതോടെ ഇല്ലാതായത്. ടിറ്റോയ്ക്ക് ശേഷം രാജ്യത്തെ നയിക്കാൻ ഒരു കൂട്ടായ പ്രസിഡൻസി നിലവിൽ വന്നെങ്കിലും അത് കാര്യക്ഷമമായിരുന്നില്ല. 1980കളിൽ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണു. വിദേശ കടം വർദ്ധിച്ചു, നാണയപ്പെരുപ്പം രൂക്ഷമായി, തൊഴിലില്ലായ്മ കൂടി. സാമ്പത്തിക തകർച്ച ജനങ്ങൾക്കിടയിൽ അതൃപ്തി വളർത്തി. ഇത് റിപ്പബ്ലിക്കുകൾ തമ്മിലുള്ള ഐക്യം ഇല്ലാതാക്കാൻ കാരണമായി. സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തിന്റെ ദൗർബല്യവും രാഷ്ട്രീയ നേതാക്കൾ മുതലെടുത്തു. അവർ ജനങ്ങൾക്കിടയിൽ വംശീയ ദേശീയത, നാഷണലിസം വളർത്താൻ തുടങ്ങി. സെർബിയയിൽ സ്ലോബോദാൻ മിലോസെവിച്ചും ക്രൊയേഷ്യയിൽ ഫ്രാഞ്ചോ ടുട്മാനും ദേശീയ വികാരങ്ങൾ ആളിക്കത്തിച്ച് അധികാരം ഉറപ്പിച്ചു. കൊറോസോവയിൽ സെർബുകളും അൽബേനിയക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമായി. പത്രങ്ങളും ടെലിവിഷനും മറ്റ് വംശക്കാർക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കപ്പെട്ടു. ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പരസ്പര വിശ്വാസം പൂർണ്ണമായും തകർന്നു. രാജ്യം പലതായി വിഘടിക്കാൻ തുടങ്ങിയത് പല യുദ്ധങ്ങളിലേക്കാണ് നയിച്ചത്. 1991 ജൂണിൽ സ്ലൊവേനിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇത് തടയാൻ യൂഗോസ്ലാവിയൻ സൈന്യം ശ്രമിച്ചെങ്കിലും 10 ദിവസത്തെ യുദ്ധത്തിന് ശേഷം അവർ പിന്മാറി. കുറഞ്ഞ ആൾനാശത്തോടെ സ്ലൊവേനിയ സ്വതന്ത്രമായി. സ്ലൊവേനിയയ്ക്ക് പിന്നാലെ ക്രൊയേഷ്യയും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എന്നാൽ ക്രൊയേഷ്യയിൽ ഉണ്ടായിരുന്ന സെർബ് വംശജർ ഇതിനെ എതിർത്തു. ഇത് 4 വർഷം നീണ്ടുനിന്ന ക്രൂരമായ യുദ്ധത്തിലേക്ക്, അതായത് ക്രൊയേഷ്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലേക്ക് നയിച്ചു. 10,000-കണക്കിന് ആളുകൾ മരിക്കുകയും ലക്ഷങ്ങൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്തു. ഏറ്റവും സങ്കീർണവും രക്തരൂക്ഷിതവുമായ യുദ്ധം നടന്നത് ബോസ്നിയയിലാണ്. മുസ്ലിങ്ങളായ ബോസ്നിയാക്കുകൾ, ഓർത്തഡോക്സ് ആയ സെർബുകൾ, കാത്തോലിക്കറായ ക്രോട്ടുകൾ എന്നിവർ ഇടകലർന്ന് ജീവിച്ചിരുന്ന പ്രദേശമായിരുന്നു ഇത്. 1992 ബോസ്നിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. തലസ്ഥാനമായ സരയാവോ വർഷങ്ങളോളം സെർബ് സേനയുടെ ഉപരോധത്തിലായിരുന്നു. വംശീയ ഉന്മൂലനം, എത്നിക് ക്ലെൻസിംഗ് വ്യാപകമായി നടന്നു. 1995 സെബ്രനിക്കയിൽ 8,000-ലധികം ബോസ്നിയൻ മുസ്ലിം പുരുഷന്മാരെയും ആൺകുട്ടികളെയും സെർബ് സൈന്യം കൂട്ടക്കൊല ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര കോടതികളുടെയും കണ്ടെത്തൽ പ്രകാരം ഇതൊരു വംശഹത്യയായിരുന്നു, അതായത് ജനോസൈഡ്.
1998 സെർബിയൻ ഭരണകൂടവും കൊസവോയിലെ അൽബേനിയൻ വിമതരും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. സാധാരണക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചപ്പോൾ 1999 നാറ്റോ സെർബിയയ്ക്കുമേൽ ബോംബാക്രമണം നടത്തി. തുടർന്ന് കൊസോവോ UN ഭരണത്തിന് കീഴിലായി. 2008 കൊസോവോ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അമേരിക്കയും ഭൂരിഭാഗം യൂറോപ്യൻ രാജ്യങ്ങളും കൊസോവോയെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും സെർബിയ, റഷ്യ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്നും ഇതിനെ അംഗീകരിച്ചിട്ടില്ല. യൂഗസ്ലാവിയൻ യുദ്ധങ്ങൾ തടയാൻ തുടക്കത്തിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയ്ക്ക് ജനങ്ങളെ സംരക്ഷിക്കാൻ പലപ്പോഴും കഴിഞ്ഞില്ല. പിന്നീട് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും നേതൃത്വത്തിൽ നടന്ന ഇടപെടലുകളാണ് യുദ്ധം അവസാനിപ്പിച്ചത്. 1995 ഒപ്പുവെച്ച ഡേറ്റൻ കരാറിലൂടെയാണ് ബോസ്നിയൻ യുദ്ധത്തിന് ഔദ്യോഗികമായി അറുതിയായത്. യുദ്ധത്തിൽ നടന്ന ക്രൂരതകൾക്ക് ഉത്തരവാദികളായവരെ ശിക്ഷിക്കാൻ ഐക്യരാഷ്ട്രസഭ നെതർലാൻഡ്സിലെ ഹേഗിൽ ഒരു പ്രത്യേക കോടതി സ്ഥാപിച്ചു. അതാണ് ഇന്റർനാഷണൽ ക്രിമിനൽ ട്രൈബ്യൂണൽ ഫോർ ദി ഫോർമർ യൂഗോസ്ലാവിയ. സ്ലോബോദാൻ മിലോസെവിച്ച്, റഡോവൻ കരോജിച്ച്, റാറ്റ്കോ മ്ലാഡിച്ച് തുടങ്ങി നിരവധി രാഷ്ട്രീയ സൈനിക നേതാക്കളെ ഈ കോടതി വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര നീതിന്യായ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ചുവടുവെപ്പായിരുന്നു അത്. യുദ്ധം ബാൽക്കൻ പ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർത്തു. വ്യവസായശാലകൾ, പാലങ്ങൾ, വീടുകൾ എന്നിവയെല്ലാം നശിപ്പിക്കപ്പെട്ടു. ദശലക്ഷക്കണക്കിന് മനുഷ്യർ സ്വന്തം രാജ്യം വിട്ട് പലായനം ചെയ്തു. യുദ്ധാനന്തരം രാജ്യങ്ങളെ പുനർനിർമ്മിക്കുക എന്നത് വളരെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇന്ന് വിദേശ നിക്ഷേപങ്ങളിലൂടെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തിലൂടെയാണ് ഈ രാജ്യങ്ങൾ സാമ്പത്തികമായി നിലനിൽക്കുന്നത്. പഴയ യൂഗോസ്ലാവിയ ഇന്ന് 7 വ്യത്യസ്ത രാജ്യങ്ങളോ പ്രദേശങ്ങളോ ആയി മാറിയിട്ടുണ്ട്. അതിൽ സ്ലോവേനിയാണ് ഏറ്റവും മികച്ച സാമ്പത്തിക നിലയുള്ള രാജ്യം. യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും അംഗമാണ്. ക്രൊയേഷ്യ വിനോദസഞ്ചാരത്തിന് പേരുകേട്ട രാജ്യമാണ്. ഇവരും യൂറോപ്യൻ യൂണിയൻ നാറ്റോ അംഗങ്ങളാണ്. ബോസ്നിയ ആൻഡ് ഹെർസഗോവിന വംശീയ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട സങ്കീർണമായ ഭരണ സംവിധാനമാണ് ഇവിടെയുള്ളത്. രാജ്യം ഇന്നും യുദ്ധത്തിന്റെ മുറിവുകളിൽ നിന്ന് കരകയറുന്നു. സെർബിയ യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ ശ്രമിക്കുന്ന പ്രധാന ബാൽക്കൻ രാജ്യം. മോണ്ടിനെഗ്രോ 2006 സെർബിയയിൽ നിന്ന് സമാധാനപരമായി വേർപിരിഞ്ഞു. ഇപ്പോൾ നാറ്റോ അംഗം. നോർത്ത് മാസിഡോണിയ ഗ്രീസുമായുള്ള പേര് തർക്കം പരിഹരിച്ച ശേഷം നാറ്റോയിൽ അംഗമായി. കൊസോവോ പൂർണ്ണമായ അന്താരാഷ്ട്ര അംഗീകാരത്തിനായി ഇന്നും ശ്രമിക്കുന്ന പ്രദേശം. യൂഗോസ്ലാവിയയുടെ തകർച്ച ലോകത്തിന് നൽകുന്ന പാഠങ്ങൾ വലുതാണ്. വംശീയതയും തീവ്രദേശീയതയും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുമ്പോൾ അത് എത്രത്തോളം അപകടകരമാകുമെന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ദൗർബല്യവും സാമ്പത്തിക തകർച്ചയും ഒരു രാജ്യത്തെ എങ്ങനെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. സമാധാനം എന്നത് വളരെ എളുപ്പത്തിൽ നഷ്ടപ്പെടാവുന്ന ഒന്നാണെന്നും അത് നിലനിർത്താൻ നിരന്തരമായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും ഈ രാജ്യത്തിന്റെ ചരിത്രം വ്യക്തമാക്കുന്നു. ഒരു രാജ്യം തകരുമ്പോൾ നഷ്ടമാകുന്നത് അതിന്റെ അതിർത്തികൾ മാത്രമല്ല, ചരിത്രവും ഒന്നിച്ചു ജീവിച്ച ഓർമ്മകളും തലമുറകളുടെ ഭാവിയുമാണ് മാറിമറിയുന്നത്. ഒരിക്കൽ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുകയും സിനിമ കാണുകയും ചെയ്തിരുന്ന അയൽക്കാർ പെട്ടെന്നൊരു ദിവസം ശത്രുക്കളായി മാറുന്ന കാഴ്ച ബാൽക്കൻ ജനതയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചതാണ്. യൂഗോസ്ലാവിയയുടെ കഥ ഇന്നും ലോകത്തിന് ഒരു മുന്നറിയിപ്പായി തുടരുന്നു. വ്യത്യാസങ്ങളെക്കാൾ ഉപരി നമ്മെ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകിയില്ലെങ്കിൽ ഏത് ശക്തമായ രാജ്യത്തിനും ഈ ഗതി വരാമെന്ന മുന്നറിയിപ്പ്. നാം ചരിത്രത്തിൽ നിന്ന് പഠിക്കുമോ അതോ വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുമോ?